സോ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത് DNA തന്നെയാണെന്ന് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റിലൂടെ ഒരു ഡൗട്ടും ഇല്ലാതെ എല്ലാവരും അത് അംഗീകരിച്ചു. സോ ക്ലിയർ ആയിട്ട് മനസ്സിലായി DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ. ആ ബാക്ടീരിയോഫേജിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ DNAക്ക് മാത്രമേ ആ റേഡിയോ ആക്ടിവിറ്റി ബാക്ടീരിയൽ സെല്ലിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുള്ളൂ. പ്രോട്ടീന് അതുപോലൊരു ട്രേറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവില്ല. സോ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത് DNA തന്നെയാണെന്ന് അൺഡൗട്ട്ഫുള്ളായിട്ട് തെളിയിക്കപ്പെട്ടു. എന്നാൽ ചില ഓർഗാനിസത്തിൻ്റെയൊക്കെ ജനറ്റിക് മെറ്റീരിയൽ RNA ആണെന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വൈറസുകളുടെയൊക്കെ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. ടുബാക്കോ മൊസൈക്ക് വൈറസ്, ക്യൂബി ബാക്ടീരിയോഫേജ്, അതിൻ്റെയൊക്കെ ജനറ്റിക് മെറ്റീരിയൽ വരുന്നത് RNA ആണ്. അതുപോലെ തന്നെ RNAക്ക് ഒരുപാട് ഡൈനാമിക് ഫങ്ഷൻസ്, ഒരുപാട് റോളുകൾ കൈകാര്യം ചെയ്യുന്നതാണ് RNA. ഫോർ എക്സാമ്പിൾ RNA മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അഡാപ്റ്റർ റോളുണ്ട്, അതുപോലെ കാറ്റലിറ്റിക് റോളുണ്ട്. സോ മെസ്സഞ്ചർ RNA ആയിട്ടും അഡാപ്റ്റർ റോളായിട്ടും അതുപോലെ കാറ്റലിറ്റിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റിയൊക്കെ RNA കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഫങ്ഷൻസ് RNAക്ക് ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഏറ്റവും പ്രിഡോമിനൻറ്റ് ജനറ്റിക് മെറ്റീരിയലായിട്ട് DNA ആക്ട് ചെയ്യുന്നത്? സോ വൈ DNA? എന്തുകൊണ്ട് DNA ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നു? അതറിയണമെങ്കിൽ നമുക്ക് DNAയുടെയും RNAയുടെയും കെമിക്കൽ ഡിഫറൻസ് എന്താണെന്ന് അറിയണം. ആ ഒരു കെമിക്കൽ ഡിഫറൻസ് കാരണമാണ് DNA തന്നെ ഏറ്റവും പ്രിഡോമിനൻറ്റ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ കെമിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. DNAയിലാണെങ്കിലും RNAയിലാണെങ്കിലും രണ്ടും ന്യൂക്ലിയോട്ടൈഡാണ്. രണ്ടിലും പെൻറ്റോസ് ഷുഗർ ഉണ്ട്. DNAയുടെ പെൻറ്റോസ് ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗറും RNAയുടെ പെൻറ്റോസ് ഷുഗർ റൈബോസ് ഷുഗറാണ്. നമുക്ക് ഓർമ്മയുണ്ട് ആ സ്ട്രക്ചർ, ഡിയോക്സി റൈബോസ് ഷുഗർ. DNAയുടെ സ്ട്രക്ചർ വരച്ചപ്പോൾ സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ കൂടെ HH എന്നാണ്. ഓക്സിജൻ ആറ്റം ഇല്ല, റിമൂവൽ ഓഫ് 1 ഓക്സിജൻ ആറ്റം, അങ്ങനെയാണ് ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് വന്നത്. അതേസമയം RNAയുടെ പെൻറ്റോസ് ഷുഗർ നോക്കിയപ്പോൾ സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ കൂടെ HOH. സോ ആ ഓക്സിജൻ ആറ്റം ഉള്ളതുകൊണ്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അത് ഒരുപാട് റിയാക്റ്റീവാണ്. സ്റ്റെബിലിറ്റി DNAക്കാളും കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. സോ ഇതൊരു വലിയ കെമിക്കൽ ഡിഫറൻസ് ആണ്. ആ പ്രിഡോമിനൻസി DNAക്ക് ജനറ്റിക് മെറ്റീരിയൽ കാണും. സോ ഇവിടെ കുറച്ചും കൂടി റിയാക്ടിവിറ്റി RNAക്കാളും കുറവാണ്, കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കൂടുതലാണ്. കാരണം അതിൻ്റെ പെൻറ്റോസ് ഷുഗറിൻ്റെ ആ ഓക്സിജൻ സെക്കൻഡ് കാർബൺ ആറ്റത്തിലെ ഓക്സിജൻ ആറ്റത്തിൻ്റെ അഭാവമാണ്. അതില്ലാത്തത് കൊണ്ട് കുറച്ചും കൂടി സ്റ്റേബിളാണ്. രണ്ടാമത്തത് DNAയിൽ കാണുന്ന നൈട്രോജൻ ബേസുകൾ അഡെനീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അഡെനീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമീൻ, ഇത്രയാണ് DNAയിൽ കാണുന്ന നൈട്രോജൻ ബേസുകൾ എന്നുണ്ടെങ്കിൽ RNAയിൽ കാണുന്ന നൈട്രോജൻ ബേസുകൾ അഡെനീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അത് രണ്ടും DNAയുടെ പോലെ തന്നെ. പിന്നെ ഒന്നുള്ളത് തൈമീന് പകരം യുറാസിലാണ്. സോ തൈമീന് പകരം യുറാസിലാണ്. തൈമീനാണ് കുറച്ചുകൂടി സ്റ്റേബിൾ. അടുത്തത് DNAയിൽ കാണുന്നത് തൈമീൻ ആൻഡ് സൈറ്റോസിനാണ് പിരമിഡിൻ ബേസായിട്ട് DNAയിൽ കാണുന്നത്. ഇവിടെ കാണുന്നത് യുറാസിൽ ആൻഡ് സൈറ്റോസിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു തൈമീന് പകരം യുറാസിലാണ്. സോ യുറാസിലും സൈറ്റോസിനുമാണ് പിരമിഡിൻ ബേസായിട്ട് നമ്മുടെ RNAയിൽ കാണുന്നത്. ലാസ്റ്റ് വൺ, പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ് പ്രസൻറ്റ് ഇൻ ഈക്വൽ എമൗണ്ട് ആണ് DNA. DNA എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്യൂരിൻ്റെയും പിരമിഡിൻ്റെയും എമൗണ്ട് എത്ര, ഒരു സ്ട്രാൻഡിൽ എത്ര പ്യൂരിൻ ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പിരമിഡിൻ ഉണ്ടാവും. ഇപ്പുറത്ത് ഒരു പിരമിഡിൻ ഉണ്ടെങ്കിൽ ഈ സ്ട്രാൻഡിൽ അപ്പുറത്ത് ഒരു പ്യൂരിൻ ഉണ്ടായിരിക്കും. സോ യൂണിഫോം ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് DNAയിൽ അങ്ങനെ പ്യൂരിൻ പിരമിഡിൻ അങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്. സോ ഈക്വൽ നമ്പർ ഓഫ് പ്യൂരിനും ഈക്വൽ നമ്പർ ഓഫ് പിരമിഡിൻ ആയിരിക്കും ഒരു DNAയിൽ ഉണ്ടാവുക. അതേസമയം RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് പ്യൂരിൻ ആൻഡ് പിരമിഡിൻ നോട്ട് ഇൻ ഈക്വൽ എമൗണ്ട് വരില്ല. ഇവിടെ മാത്രമേ ഈക്വൽ എമൗണ്ട് വരുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇവിടെ പ്യൂരിൻ ആൻഡ് പിരമിഡിൻ ഈക്വൽ എമൗണ്ടിൽ വരില്ല. ഇതാണ് DNAയും RNAയും നമ്മളെ മേജറായിട്ട് കാണപ്പെടുന്ന കെമിക്കൽ ഡിഫറൻസുകൾ.